ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഇന്ന് സാധാരണ എല്ലാവരിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത്. സാധാരണ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങളിൽ പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മരണത്തിന് പെട്ടെന്ന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹാർട്ട് അറ്റാക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും പറയാനുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു ഇടത്ത ഭാഗത്തായിട്ടൊരു വേദന വരുന്നു, തുടർന്ന് ആൾ മരണത്തിലേക്ക് കുഴഞ്ഞു വീഴുന്നു എന്നാണ് സ്വാഭാവികമായിട്ടും അറിയാം. അത് ശരി തന്നെയാണ്. പക്ഷേ അത് കൂടാതെ തന്നെ നമുക്ക് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഈ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ സത്യമായ ചില സമയങ്ങളിൽ നമുക്കുണ്ടാകുമ്പോഴും നമ്മളത് ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കാതെ വരുന്നുണ്ട് പല കാരണങ്ങളും. പക്ഷേ അങ്ങനെ നമുക്കുണ്ടാകുന്ന ആ രോഗലക്ഷണങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ചെക്കപ്പോ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു 10 തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. എന്തായാലും ആ ഒരു 10 രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടു നോക്കുക. അതിനു മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലിങ്കൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. സാധാരണ രീതിയിലുള്ള നെഞ്ചുവേദന അല്ലത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭാരം കയറ്റി വെച്ചേക്കുന്ന പോലെ നല്ലൊരു ഭാരം തോന്നുന്ന സൈസിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നെഞ്ചുവേദനയാണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ രോഗലക്ഷണം തോന്നുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാനാണ്. ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ പൊതുവിൽ എല്ലാവർക്കും അറിയാം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ശരിക്കും പെയിൻ നമ്മുടെ നെഞ്ചത്ത് അനുഭവപ്പെടുക. അതിനുശേഷം ആ ഒരു പെയിൻ ചെറുതായിട്ട് മൂവ് ചെയ്ത് നമ്മുടെ ഈ തോളിൻ്റെ ഭാഗത്തായിട്ട് വരിക. അങ്ങനെ തുടർന്ന് നമ്മുടെ കൈയുടെ താഴോട്ട് ഭാഗങ്ങളിലായിട്ട് ഇറങ്ങി വരിക. ഒരു കട്ടിയോട് കൂടിയ ഒരു പെയിൻ ഇവിടുന്ന് സാവധാനം ഇങ്ങനെ കയ്യിലോട്ട് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഈ പെയിൻ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് നമ്മുടെ ഇടത്തെ കൈകളിൽ മാത്രമായിരിക്കും. പക്ഷേ ചില അപൂർവ സമയങ്ങളിൽ മാത്രമായിട്ട് ഈ പെയിന് റൈറ്റ് ഹാൻഡിലെ തോളിലും അനുഭവപ്പെടാം. പിന്നെ മൂന്നാമതും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്കുണ്ടാകുന്ന അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഇതൊക്കെ മൂലമുണ്ടാകുന്ന ഒരു വേദന ഉണ്ട്. സാധാരണ രീതിയിൽ അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയാറുള്ളൂ ഗ്യാസ് മൂലമുണ്ടാകുന്ന വേദനയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് വിലങ്ങിയതാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതും ഒരു ഹൃദയരോഗത്തിന് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. സോ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇനി നാലാമതായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രോഗലക്ഷണം സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വേദന, തുടർന്ന് നമ്മുടെ താടിയലിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന. ഇത് ഒരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയ രോഗലക്ഷണമാണ്. സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ അവിടുന്ന് ആ ഒരു പെയിൻ ഇതിലെ ഇങ്ങോട്ട് മുകളിലേക്ക് വരികയും തുടർന്ന് നമ്മുടെ കഴുത്തിലും നമ്മുടെ തോളിലും ഉണ്ടാകുന്ന വേദനയാണ്. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇനി അഞ്ചാമതായിട്ടുള്ളൊരു കാര്യമാണ് സാധാരണ രീതിയിൽ നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ കിതപ്പ് ഉണ്ടാകുകയാണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു നട കയറുക അല്ലെങ്കിൽ ദീർഘമായിട്ട് കുറച്ച് നടക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്ഷീണമുണ്ടാവും. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു ക്ഷീണവും ഒരു കിതപ്പും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ഹൃദയരോഗത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇനി ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ തലകറക്കം ഉണ്ടാകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും തലകറക്കം ഉണ്ടാകുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള രക്തയോട്ടം, തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവുണ്ടാകുക, അതിന് സ്വാഭാവികമായിട്ടുമുള്ള വ്യതിയാനം ഉണ്ടാകുക. ഈ സന്ദർഭങ്ങളിലാണ് തലകറക്കം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ ആ തലകറക്കം ഉണ്ടാകുന്നവരും വളരെയധികം ശ്രദ്ധിക്കുക. അവർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള കാരണമാകുന്ന രോഗലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇനി മറ്റൊരു രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കൂർക്കം വലി തന്നെയാണ്. സ്വാഭാവികമായിട്ടും കൂർക്കം വലി എന്നത് ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്നതാണ് കൂർക്കം വലി എങ്കിലും ശ്വാസതടസ്സം ഉണ്ടാകുന്നത്, അതായത് പ്രോപ്പറായിട്ട് ശ്വാസം നമുക്ക് ഓക്സിജൻ നമ്മുടെ ഹൃദയത്തിൽ കിട്ടാതെ വരുമ്പോൾ ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലവും ഒരു ഹാർട്ട് അറ്റാക്കിന് ഉണ്ടാകുന്ന മെയിൻ ഒരു കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് വെച്ചാൽ
വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ എന്നാണ്. സാധാരണ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചുമയ്ക്കാറുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചുമ നമ്മൾ ഒരിക്കലും ഒരു അറ്റാക്കിന് കാരണമാകുന്നു അല്ലെങ്കിൽ ഹൃദയരോഗത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇത് ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഈ ചുമച്ച ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഖപം എന്ന് പറയുന്നത് അത് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ ഉള്ള ഖപം നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ രീതിയിൽ പിങ്ക് നിറത്തിലുള്ള ഖപം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ന് പ്രത്യേകം ഓർക്കുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലും അല്ലെങ്കിൽ കാൽപാദത്തിലും ഉണ്ടാകുന്ന നീര എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നീര ഉണ്ടായെങ്കിലും ഈ ഒരു നീര എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ നമുക്കത് കൈകൊണ്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ വളരെയധികം പെയിൻ ഉള്ളതുമാണ്. അതിൽ ഇങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റിയിലോ അല്ലെങ്കിൽ കാൽപാദത്തിൽ നീര ഉണ്ടാകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ശരിക്ക് രക്തം പമ്പ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എത്രയോ നീര ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഏറ്റവും അവസാനത്തെയും 10ാമത്തെയുമായിട്ടുള്ള രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിന് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. സ്വാഭാവികമായിട്ടും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഹാർട്ട് ബീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുകയോ അതല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ എന്നാൽ ഈ 10 തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ നമുക്ക് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ഒരു മരണം വരെ അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും വളരെ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുക. അതോടൊപ്പം നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ രീതികളിൽ വളരെയധികം വ്യത്യാസം വരുത്തുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഹൃദ്രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുകയും പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യാമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.